ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വെൽ. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ മാംഗോ കേക്കാണ്. ഇതിന് നമ്മളൊരു മാംഗോ ഗ്ലേസും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ മൈദയൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ആട്ടമാവ് വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. ഇത് നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കും കൂടിയാണ്. ഇതിനകത്ത് നമ്മൾ മാംഗോ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഫ്രഷ് മാംഗോ ആണ് യൂസ് ചെയ്യുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു കേക്കും കൂടിയാണിത്. ഇത് പെർഫെക്റ്റ് ആവാനായിട്ടുള്ള കുറച്ച് ടിപ്സും കൂടെ ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. രണ്ട് മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു മാങ്ങ നമ്മൾക്ക് കേക്കിലേക്ക് ആവശ്യമുണ്ട്, ഒരു മാങ്ങ നമ്മൾക്ക് മാംഗോ ഗ്ലേസ് ഉണ്ടാക്കാനും ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഒരു മാങ്ങ കട്ട് ചെയ്തതും പിന്നെ 1/2 കപ്പ് ഷുഗറും 2 മുട്ടയുടെ യോക്ക് മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇത് എഗ്ലെസ് ആക്കണമെന്നുണ്ടെങ്കിൽ മുട്ടയ്ക്ക് പകരം 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മുടെ ബേക്ക് ചെയ്യാനായിട്ടുള്ള ട്രേ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അതിനായിട്ട് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം ബട്ടർ പേപ്പർ വയ്ക്കുക. അതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടെ ഒന്ന് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ തേച്ച് കൊടുക്കുക. സൈഡിലും കൂടെ കുറച്ച് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈസി ആയിട്ട് കേക്ക് പുറത്തെടുക്കാൻ പറ്റും. ബേക്കിംഗ് പേപ്പർ ഇല്ല എങ്കിൽ കുറച്ച് ആട്ടമാവ് ഇട്ട് കൊടുത്ത് എല്ലാ സൈഡിലോട്ടൊന്ന് തട്ടി കൊടുത്താലും മതി. ഇനി നമ്മൾക്ക് മാംഗോ ഗ്ലേസിനുള്ള മാങ്ങ കട്ട് ചെയ്തെടുക്കുക. അതും ഇതേപോലെ തന്നെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. നമ്മൾ നേരത്തെ കേക്കിന് വേണ്ടി അരച്ചെടുത്തത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ അരച്ചെടുത്ത മാംഗോ പൾപ്പ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. 1/4 കപ്പ് ഷുഗറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഇതൊന്ന് കുക്കാവണം. ഇപ്പോൾ നമ്മുടെ ഷുഗറെല്ലാം നന്നായി ഡിസോൾവ് ആയി കഴിഞ്ഞു. ഇത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറ് കണ്ടാൽ നമുക്കറിയാം ഇത് റെഡി ആയിട്ടുണ്ടെന്ന്. ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മാംഗോ ഗ്ലേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ട പൊടികളെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ കേക്കിന് നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത്ര ഇട്ട് കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക. ഇതൊരു 3-4 പ്രാവശ്യം അരിച്ചെടുത്താൽ അത്രയും നല്ലതായിരിക്കും. നമ്മൾ എത്ര പ്രാവശ്യം അരിക്കുന്നോ അത്രയും ഇതിൻ്റെ സോഫ്റ്റ്നെസ് കൂടും. ഞാനിതിവിടെ 3 പ്രാവശ്യമാണ് അരിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 പ്രാവശ്യങ്ങളിൽ അരിച്ചെടുക്കാം. അപ്പോൾ അത്രയും സോഫ്റ്റ് ആയിരിക്കും കേക്ക്. രണ്ട് മുട്ടയുടെ യോക്കാണ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തത്. ആ 2 മുട്ടയുടെ എഗ് വൈറ്റ് നമ്മൾ മാറ്റി വെച്ചത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. വനില എസൻസ് 4-5 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുക. ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എഗ് വൈറ്റ് ഇതുപോലെ സെപ്പറേറ്റ് ബീറ്റ് ചെയ്തെടുത്ത് ചേർത്താൽ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് കൂടും. ഇനി നമ്മൾ നേരത്തെ അരച്ച മാംഗോ, ഷുഗർ, എഗ് യോക്ക് ആ മിക്സ്ചർ ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതിനകത്തോട്ട് 1/4 കപ്പ് വെണ്ണ ഉരുക്കിയതോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ച് ഇളക്കി കൊടുത്താലും മതി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച പൊടി കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അടുത്തത് ഇട്ട് കൊടുക്കുക. വീണ്ടും മിക്സ് ചെയ്യുക. അങ്ങനെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ പൊടികളെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം ഇലക്ട്രിക് ബീറ്റർ വെച്ച് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഇപ്പോൾ ഇരിക്കുന്നത്. അത് കുഴപ്പമില്ല, പറ്റുന്ന പോലെ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച എഗ് വൈറ്റ് കുറച്ചായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതും എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കുത്തി ഇളക്കരുത്. അങ്ങനെ ചെയ്താൽ നമ്മുടെ കേക്ക് സ്പോഞ്ചി ആവത്തില്ല.
അതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. ഞാനിതിവിടെ ഒരു 3-4 പ്രാവശ്യമായിട്ടാണ് എഗ് വൈറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഒരുപാട് കുത്തി ഇളക്കിയിട്ടില്ല. എഗ് വൈറ്റ് ഇട്ട് കൊടുത്താൽ പിന്നെ നമ്മൾ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യരുത്. കൈ വെച്ച് തന്നെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്യാനേ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിൽ വേണം നമ്മൾക്ക് കിട്ടാനായിട്ട്. നമ്മൾ ഈ കേക്ക് ടിന്നിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് വീഴും. അതാണ് ഇതിൻ്റെ പാകം. എയർ ബബിൾസ് എല്ലാം പോകാനായിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിതിവിടെ അടുപ്പത്ത് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബേക്ക് ചെയ്തും എടുക്കാം. അടുപ്പത്താണെങ്കിൽ കേക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. കേക്ക് വെച്ചതിന് ശേഷം 35 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഞാൻ കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റിക്കിനകത്ത് ഒന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കേക്കെല്ലാം ചൂടാറിയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇനി നമ്മൾ ഗ്ലേസിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാംഗോ ഗ്ലേസ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇപ്പോൾ മാംഗോ ഗ്ലേസ് എല്ലാം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഞാനൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരു സിപ്പർ ബാഗിലോട്ടെങ്ങാനും ഇട്ട് കൊടുത്ത് അതിൻ്റെ എൻഡ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഈ മാംഗോ ഗ്ലേസിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ലൈൻ വരയ്ക്കാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ കുറച്ച് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ലൈൻ വരച്ച് കൊടുക്കുന്നത്. ഇനി ആ ലൈനിനകത്തോട്ട് ചോക്ലേറ്റ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഇതുപോലെ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. മാംഗോൻ്റെ നല്ല ഫ്ലേവർ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്